നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 132ാമത്തെ എപ്പിസോഡാണിത്. പ്രശസ്ത സാഹിത്യകാരനായ പ്രൊഫസർ KS നാരായണപിള്ള സാറിനെ കുറിച്ചിട്ടാണ് ഇത്തരുണത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. കോളേജ് പ്രൊഫസറായും കോളേജ് പ്രിൻസിപ്പലായും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എന്ന നിലയിലും മലയാള സാഹിത്യത്തെ പരിപോഷിപ്പിച്ച ഒരു വലിയ വ്യക്തിത്വം. അദ്ദേഹം എൻ്റെ പത്തായത്തിൽ നേരിടാൻ പറ്റിയ ദിവസം എന്നുള്ള ഈ കവിതാ സമാഹാരത്തിന് ആമുഖം എഴുതിയവരിൽ ഒരാളാണ്. അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതേക്കുറിച്ചിട്ടുള്ള ഒരു വിവരണം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കിട്ടാൻ വേണ്ടി ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ ഒരുപാട് റെഫറൻസുകൾ നോക്കിയിട്ടും കിട്ടിയില്ല. എന്തോ ഭാഗ്യവശാൽ എൻ്റെ പഴയ ഫയലുകൾ പരതിയപ്പോൾ അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടി. അതെന്തായാലും ഉചിതമാണെന്ന് തോന്നി. അംബേദ്കറെ കുറിച്ചിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ഒരു സൃഷ്ടിയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത 10-16 വോളിയങ്ങളുള്ള ആ കൃതി വേണ്ട വിധത്തിൽ സജ്ജമാക്കിയത് ഇദ്ദേഹം അതിൻ്റെ മേൽപ്പത്ത് ഇരുന്നതുകൊണ്ടാണ്. സാഹിത്യശാഖയിൽ അപാര ജ്ഞാനമുള്ള ഒരു വലിയ വ്യക്തിത്വം. ഭാഷാധ്യാപകനായും നിരൂപകനായും ഭാഷാ പണ്ഡിതനും ആയും അങ്ങനെ നിരവധി മേഖലകൾ പ്രവർത്തിച്ച അദ്ദേഹത്തെ ഞാൻ കാണുന്നത് തൈക്കാട് അദ്ദേഹവും കുടുംബവുമായി താമസിക്കുന്ന ഒരു അവസരത്തിലാണ്. ഒരു 3-4 പ്രാവശ്യം എൻ്റെ ഈ സൃഷ്ടിക്ക്, എൻ്റെ ഈ കവിതാ സമാഹാരത്തിന് അവതാരികയാൻ ചെന്നപ്പോൾ സാർ പറഞ്ഞു അടുത്ത ആഴ്ചയാവട്ടെ. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ നടന്നു ഞാൻ തളർന്നു, ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നു, സാർ എഴുതി തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ, ഇല്ലെങ്കിൽ സാർ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരിയിരിച്ചു. എങ്കിൽ ശരമുണ്ടിരിക്കൂ എന്ന് പറഞ്ഞ പേനയും പേപ്പറും എടുത്ത് എൻ്റെ സൃഷ്ടി മുൻപ് വായിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നിയ വാക്കുകളെല്ലാം കുറിച്ച് എനിക്കൊരു ആമുഖം എഴുതി തന്നു. അതും അദ്ദേഹത്തെ കണ്ടതുമായിട്ടുള്ള ഒരുപാട്